പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു ഗൗണ് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ആ ഗൗണിൻ്റെ കൂടെ അതിനൊരു ഷോളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഗൗണിൻ്റെ കഴുത്തിലും ഒക്കെ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വെഡ്ഡിങ് എൻഗേജ്മെൻറ്റിന് വേണ്ടി ചെയ്തൊരു വർക്കാണത്. അപ്പോൾ 1 മീറ്റർ തുണി ഒരു 1.10 ആയിട്ടുണ്ടാവും, മേടിച്ചിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണ നമ്മൾ 1 മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ തന്നെ ആയിക്കോളൂ. അതൊക്കെ മേടിക്കുമ്പോൾ സാധാരണ അത് പകുതി മുറിക്കുമ്പോൾ കഴുത്തിൽ ജോയിനിങ് വരും. അപ്പോൾ ഈ ഷോൾ ഞാൻ കഴുത്തിൽ ജോയിനിങ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പറയാം. അതിന് ഒരൊറ്റ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാനത് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്യൂബ് ബീഡ് മാത്രം വെച്ചിട്ടാണത് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് തന്നെ ട്യൂബ് ബീഡിൻ്റെ വർക്ക് ഉണ്ടല്ലോ, സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ബീഡ് മാത്രമേ കാണുള്ളൂ, അതിൻ്റെ സ്റ്റിച്ച് പുറത്തേക്ക് കാണില്ല. അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ആദ്യം ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്തതെന്ന് കാണിക്കാം, എന്നിട്ട് ആ തുണി വെട്ടിയതിൻ്റെ മെത്തേഡ് പറയാം. ആദ്യം നമുക്കത് സ്റ്റിച്ച് എങ്ങനെ ചെയ്തതെന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ 2 പീസ് തുണി ജോയിൻ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് ആദ്യം തന്നെ സ്റ്റിച്ച് ഞാൻ പറഞ്ഞല്ലോ, കാണാതെയാണ് ബീഡ് കോർത്തിരിക്കുന്നതിൽ. ഇതിൻ്റെ പ്രത്യേകത, തുന്നാൻ അറിയാത്തവർക്കും ഈ വർക്ക് ചെയ്യാൻ പറ്റും, അത്ര സിമ്പിളാണ്. ആദ്യം തന്നെ സൂചി മടക്കുണ്ടല്ലോ, മടക്കിൻ്റെ ഉള്ളിൽ കൂടെ വേണം പുറത്തേക്ക് എടുക്കാൻ. സൂചി പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ബീഡിട്ടു. എന്നിട്ട് അടുത്ത 2 മെറ്റീരിയൽ കൂടി നമ്മൾ ജോയിൻ ചെയ്യല്ലേ, അടുത്ത മെറ്റീരിയലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് സൂചി പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ രണ്ടും ജോയിനിങ് വന്നു. ആ ജോയിനിങ്ങിൻ്റെ നടുവിൽ നമ്മൾ ബീഡിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റിച്ച് വരുന്നത്, ഏത് സ്റ്റിച്ചിൽ നിന്നാണോ സൂചി താഴ്ത്തിയത് അതിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ബീഡിടുക. ഓക്കെ, അതായത് 2 മെറ്റീരിയലും കൂടി തയ്ച്ച് 2 മെറ്റീരിയലും കൂടി നമ്മൾ ജോയിൻ ചെയ്യാണ് ഈ ബീഡ് വെച്ചിട്ട്. ഇതിൻ്റെ പ്രത്യേകത, സ്റ്റിച്ച് നമ്മൾ പുറത്തേക്ക് കാണില്ല, കാണാത്ത വിധത്തിലാണ് നമ്മളിത് തയ്ച്ചെത്തിരിക്കുന്നത്. അപ്പോൾ സൂചി ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുത്തു, എന്നിട്ട് പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പോൾ ആ സൂചി ഉള്ളിൽ കൂടെ എടുക്കുന്നത് നമുക്ക് കാണാത്ത വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ബീഡിട്ടു, എന്നിട്ട് ഇപ്പുറത്തെ പീസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ 2 പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മീറ്ററിലാണ് അപ്പോൾ നമ്മളിത് ചെയ്യുന്നത്. ഇതൊരിക്കലും ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഫൈനൽ ലുക്കിൽ നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അതാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾക്ക് ഷോളൊക്കെ അധികമൊന്നും ഉപയോഗിക്കില്ല, അപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഇങ്ങനൊരു വർക്ക് ചെയ്തത്. ഇത് മോളുടെ സജഷൻ കൂടിയായിരുന്നു ഇങ്ങനെ മതി എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മൾ 2 ക്ലോത്തും കൂടി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്നിടത്ത് നമ്മൾ സൂചി ഉള്ളിൽ കൂടെ കുത്തി പുറത്തേക്ക് എടുക്കുകയാണ്. അതൊക്കെ നമ്മൾ ക്ലോസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ക്ലോസ് ആയിട്ട് ചെയ്യുമ്പോൾ ബീഡ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ സൂചിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബീഡ് ഇട്ടിട്ട് വേണം അടുത്ത ക്ലോത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കാൻ. കണ്ടോ, അപ്പോൾ അതവിടെ ബീഡ് വെച്ചിട്ട് അവിടെ ലോക്കാക്കുകയാണ്. അടുത്തത് എടുക്കുമ്പോൾ, കാരണം ബീഡ് വെച്ചിട്ടാണ് നമ്മളത് ലോക്കാക്കണത്. നമ്മൾ 2 ക്ലോത്തും കൂടി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്ന് വാങ്ങി ഇങ്ങനെ കുത്തിരിക്കണത്. ഇങ്ങനത്തെ പിന്ന് നമുക്ക് മാർക്കറ്റിൽ 8 റുപ്യ 10 റുപ്യക്ക് കൊടുത്താൽ മേടിക്കാൻ കിട്ടും, ഒരു സെറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സൂചി ഒന്നും കൂടി ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്നിങ്ങനെ അപ്പപ്പം അതങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ചെയ്തത് അപ്പപ്പം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ബീഡിട്ടിട്ട് വീണ്ടും കണ്ടോ, ആ തുണിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. അപ്പം നൂല് കണ്ടോ ഉള്ളിൽ പോവുകയാണ്. നല്ല ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നൂല് ഉള്ളിൽ പോവും, നമ്മൾ കാണുകയില്ല. നോക്കൂ, അവിടുന്ന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴാണ് നമ്മൾ ബീഡ് ഇടുന്നത് കേട്ടോ. അപ്പുറത്തെ ക്ലോത്തിലേക്ക് സൂചി എടുക്കുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ ബീഡ് ഇടേണ്ടത്. കണ്ടോ,
അപ്പോൾ ജോയിൻ്റ് ആയി. ഇപ്പം ഇനി നമ്മൾ ബീഡ് ഇടണില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് മുത്ത് വെച്ചിട്ടും ജോയിൻ ചെയ്യാം. 2 മുത്ത്, അതായത് ട്യൂബ് ബീഡിൻ്റെ അപ്പുറം ഇപ്പുറം 2 മുത്ത് വെച്ചിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാം. അതല്ല വേറെ ഇപ്പോൾ ട്യൂബ് ബീഡിന് പകരം വേറെ ബീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ബീഡുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വലിയ മുത്ത് വെച്ചിട്ടോ, പിന്നെ പേള് കുഞ്ഞു പഞ്ചാര ഇതുണ്ടല്ലോ ഷുഗർ ബീഡ് വെച്ചിട്ട്, പിന്നെ വലിയ മുത്ത്, പിന്നെയും ഷുഗർ ബീഡ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇത് ട്യൂബ് ബീഡ് എനിക്കിത് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു വർക്കായതുകൊണ്ട് അപ്പോൾ കയ്യിലുണ്ടായത് നമ്മുടെ ട്യൂബ് ബീഡായിരുന്നു. അതുകൊണ്ട് ഞാനതങ്ങനെ വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ വേറെ ബീഡൊക്കെ വെച്ചിട്ട് നമുക്കതിന് അലങ്കരിക്കാം. എങ്ങനെയായും നല്ല ഭംഗിയായിരിക്കും. ഇതിനിപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്. ഒരു ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കി നോക്കൂ. ഇതെങ്ങനെയാണ് ഇത് വരിക, മുത്ത് വെച്ചിട്ടും ഷുഗർ ബീഡ് വെച്ചാലും അല്ലെങ്കിലും. അപ്പോൾ ഷോള് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഞാനിത് എങ്ങനെയാണ് ഈ 1.25 മീറ്റർ തുണിയിൽ എങ്ങനെയാണ് നമുക്ക് ഇത്ര നീളത്തിൽ ഷോൾ ചെയ്ത് എടുത്തു എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എപ്പോഴും നമ്മൾ തുണി വാങ്ങുമ്പോൾ നല്ല ലെങ്ത്തുള്ള വീതി കൂടി തുണി വാങ്ങണം കേട്ടോ. അങ്ങനത്തെ ഷോൾ ചെയ്യാൻ എപ്പോഴും വീതി കൂടി, പിന്നെ ഇത്തിരി നല്ല വിലയുള്ള തുണികൾ എപ്പോഴും വീതി ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണ ഇപ്പോൾ തുണി 35 ഇഞ്ച് മുതൽക്ക് ഒരു 60 ഇഞ്ച് വരെയൊക്കെ വീതിയുള്ള തുണികൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ നെറ്റൊക്കെ ശരിക്കും 60 ഇഞ്ച് വരെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള ഇത്തിരി വീതി കൂടിയ തുണി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ഒരു 1.25 മീറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീതി കുറയും തോറും നമ്മളുടെ മീറ്റർ കണക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും വീതി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്ററിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പോൾ ഇത് ഞാൻ A4 ഷീറ്റിലാണ് കാണിക്കുന്നത്. A4 ഷീറ്റിൻ്റെ മൊത്തം നീളം 30 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം 21 ഇഞ്ചും വീതി വന്നിട്ട് 30 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്, നീളം കൂടിയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ആ പേപ്പറിൻ്റെ നടു മടക്കുക. അതായത് നമ്മൾ വാങ്ങിയ 1 മീറ്റർ തുണിയാണെങ്കിൽ ആ 1 മീറ്റർ തുണിയുടെ വീതി നീളവും ഏതാണോ കൂടുതൽ ആ കൂടുതൽ പോർഷനിൽ വെച്ചിട്ട് മടക്കുക. ഓക്കെ. മടക്കിയിട്ട് ഇതുപോലെ 2 പീസാക്കുക. അപ്പോൾ വീതി കൂടുതലാണ്, ഒരു 40, 45, 50 ഇഞ്ച് ഉണ്ടെങ്കിൽ ആ വീതിയിൽ വെച്ചിട്ട് വേണം ഇത് മടക്കിയിട്ട് വെട്ടാൻ. അതല്ല നീളത്തിലിടുമ്പോൾ അവിടെ കൂടുതലെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെട്ടാം. എങ്ങനെയാണ് നമുക്കതിൻ്റെ അത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അത്ര ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഈ 2 പീസ് ഉണ്ടല്ലോ, ഈ 2 പീസിൽ 1 പീസിനെ വീണ്ടും നമ്മൾ വെട്ടുക. ഓക്കെ. വീണ്ടും വെട്ടിയിട്ട് ആ 2 പീസും ആദ്യത്തെ പീസിൻ്റെ അപ്പുറം വെച്ച് ജോയിൻ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ആ നീളമുള്ള തുണി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ നീളമുള്ള പേപ്പറിൻ്റെ നടുക്ക് ജോയിനിങ് വരുന്നില്ല. പകരം നമ്മൾ അതായത് ഷോൾഡർ ജോയിനിങ് വരാതെ പകരം ഷോളിൻ്റെ താഴത്തെ പോർഷനിൽ 2 ഭാഗത്താണ് ജോയിനിങ് വരേണ്ടത്. ഷോൾഡർ ജോയിനിങ് കൊണ്ട് ഒഴിവാക്കുക. ഈ ഷോൾഡറിൽ ജോയിനിങ് വന്ന ഒരു വൃത്തി ഉണ്ടാവില്ല ഷോളിന്. മാത്രമല്ല എൻഗേജ്മെൻറ്റ് പോലുള്ളൊരു ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ അതത്ര സുഖം ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. പകരം നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ. ഒരിക്കലും ഇത് 2 പീസ് തുണി ഇങ്ങനെ വെച്ചതാണെന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും, ഒരാൾക്കത് കണ്ടുപിടിക്കാനും പറ്റില്ല. ഇങ്ങനെയാണെന്നുള്ള നല്ല ഡിസൈനിങ് ആയിട്ട് നമുക്കത് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഹൈറ്റ് കൂടിയ ആൾക്കാർ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ, അതിനനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ തന്നെ വരുത്തുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ കുറച്ച് ഗ്ലേസിങ്ങോ അങ്ങനെയൊക്കെയുള്ള സിൽക്ക് തുണികൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ചെറിയ പൈസ കൊടുത്തിട്ട് നല്ല ലുക്കുള്ള ഷോളാക്കി നമുക്കതിനെ മാറ്റിയെടുക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഷോൾ വേണ്ടാന്ന് വെച്ചാൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റും ചെയ്യാം. തുന്നുന്നത് ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ കണ്ടോ, അവിടെ ഒരു A എന്നുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഡോട്ട് ഇട്ടു. പിന്നെ ഇപ്പുറത്ത് അവിടെ അതായത് സൂചി അതിന്ന് വേണം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പീസിലേക്ക് സൂചി താഴ്ത്തുക. എന്നിട്ട് അതേ തുണിയുടെ മുകളിലേക്ക് സിയിലേക്ക് സൂചി പൊക്കിയെടുക്കുക. എന്നിട്ട് ഡിയിലേക്ക് കൊണ്ടുവന്ന സൂചി താഴ്ത്തുക. വീണ്ടും അതേപോലെ ഡിയിൽ നിന്ന് എടുത്തിട്ട് ഇയിലേക്ക് സൂചി മുകളിലേക്ക് എടുക്കുക.
എഫിലേക്ക് സൂചി താഴ്ത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുക. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് വർക്ക്? ഇഷ്ടമായോ? ഇഷ്ടമായിച്ചാൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നല്ല വീഡിയോ ആയി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.